അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് 2024-25 വർഷത്തിൽ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി നടത്തിയ 5ാം ക്ലാസിന്റെ അഖ്ലാഖിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വായിക്കുന്നത്. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. 50 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യമായി യോജിച്ചവ ചേർക്കാം. 1. കൊടും കുറ്റമാണ് കൊല. 2. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിനുൻ. വ്യഭിചാരം ചെയ്യുന്ന സമയത്ത് മുഅ്മിനായി വ്യഭിചാരം ചെയ്യുകയില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. 3. ലാ ഈമാന ലിമൻ ലാ ഹയാ ലഹു. ഈമാനില്ലാത്തവന് ലജ്ജയില്ല എന്നുള്ളതാണ്. 4. അൽ ഹയാത്തു ലാ യഅതി ഇല്ലാ ബിഖൈരിൻ. നന്മ കൊണ്ടല്ലാതെ ജീവിതമുണ്ടാവൂല. 5. ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ. ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറും. 6. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ. ക്ഷമ ഈമാനിന്റെ പകുതിയാണ്. ഹദീസുകളാണ് എവിടെ എന്ത് ചെയ്യേണ്ടത്, യോജിപ്പിക്കേണ്ടത്. 2. പൂർത്തിയാക്കാം. 1. പരലോകത്ത് ആദ്യം വിധി പറയപ്പെടുന്ന കുറ്റം ഏതാണ്? കൊലപാതകമാണ്. 2. കൊലയാളിക്ക് ഇഹലോകത്ത് ഇസ്ലാമിക ശിക്ഷ എന്താണ്? കൊല തന്നെയാണ്. 3. മോഷ്ടാവിന്റെ കൈ മുറിക്കണം എന്നാണ് ഇസ്ലാമിക നിയമം. 4. ലജ്ജ ഈമാനിന്റെ ശാഖയാണ്. 5. ഖൽബിനെ രോഗം വരാതെ സൂക്ഷിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. ഇനി 3ാം ഉത്തരം പറയാം. 1ാമത്തെ ചോദ്യം: നരകത്തിൽ കൂടുതൽ സ്ത്രീകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടത്. അതിനെ നബി തങ്ങൾ പറഞ്ഞ ഒരു കാരണം എന്താണ്? ഉത്തരം: അവർ ശാപം അധികരിപ്പിക്കുന്നവരാണ്. ചോദ്യം 2: ക്ഷമയിൽ ഏറ്റവും വലുതും ശ്രേഷ്ഠവും ഏതാണ്? ഉത്തരം: കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനുമുള്ള ക്ഷമ. 3. അള്ളാഹു ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യും? അവനിൽ നിന്ന് ലജ്ജയെ അള്ളാഹു ഊരിയെടുത്ത് കളയും. 4ാമത്തെ ചോദ്യം: പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ നാം എന്തു ചെയ്യണം? അള്ളാഹുവിൽ വിശ്വസിച്ച് ഭാരമേൽപ്പിക്കുക. 5ാമത്തെ ചോദ്യം: വിപത്തുകൾ സംഭവിച്ചാൽ അക്ഷമ കാണിക്കാതെ എന്തു ചൊല്ലണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 4ാമത്തെ ക്രമത്തിലാക്കാം. തെറ്റിച്ചിട്ടാ കൊടുത്തിട്ടുള്ളത്, എന്ത് ചെയ്യാ? ശരിയാക്കി എഴുതാം. ഇങ്ങനെ ശരിയാക്കി എഴുതും: അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. 5ാമത്തെ വ്യക്തമാക്കാം. ചോദ്യം 1: ഇഖ്ലാസ് എന്നാൽ എന്ത്? അമൽ കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ്. 2. തസ്കിയത്തുൽ ഖുലൂബ് എന്താണ്? ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കലാണ്. ഇനി 6ാമത്തത് 2 വീതം എഴുതാം. 2 എഴുതിയാൽ മതി. 1. മനുഷ്യനുണ്ടാകുന്ന പരീക്ഷണങ്ങൾ. 2 എഴുതാം. 1. സാമ്പത്തിക നഷ്ടം. 2. ശാരീരിക നഷ്ടം. 2. ഖൽബിന്റെ രോഗങ്ങൾക്കുള്ള മരുന്ന്. 1. ഇൽമ് പഠിക്കുക. 2. നല്ലവരുമായി കൂട്ടുകൂടുക. അല്ല, 7ാമത്തത് പൂരിപ്പിക്കാം. 1. ഫാത്തിമ ബീവി വഫാത്താവുന്നതിന് മുമ്പ് ഒരു വസിയ്യത്ത് പറഞ്ഞു. എന്റെ മയ്യത്ത് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം. അല്ലാഹു തആല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഇൽമും തഖ്വയും ഇഖ്ലാസും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.